ஹாய் கேர்ள்ஸ். ஏந்திடி ஏந்திடி, அண்ணா வந்தாத்திரி, அண்ணா வந்தாத்திரி. അണ്ണനുണ്ടാണ് പതിവില്ലാതെ അസമയത്ത് വായില്ലല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? என்ன விசேஷம் கிடையாதண்ணா, இது ഗ്യാസ് അണ്ണാ. ഓ മൊത്തമാ എന്നെ വിഷയം ഒന്ന് കേട്ടത് ചെമ്പകം, അന്ത വിശേഷം അല്ലേ? അണ്ണൻ നന്നായി തമിഴ് പറയുന്നുണ്ടല്ല, ഇപ്പൊ തമിഴ്നാട്ടിലാന്നോ പണി? அண்ணன் எதுக்கு தமிழ்நாட்டி போகணும்? அங்கே நல்ல உசுரான அண்ணாச்சி காളുകൾ இருக்கு. ആ കൊള്ളാം. ഇപ്പൊ നമ്മുടെ അണ്ണന് ഉശിരില്ലെന്നല്ലേ നീ പറയണത്? കൊള്ളാം കൊള്ളാം, കേക്കണ്ണ കേക്ക്, അണ്ണന്റെ ചെല്ലം പറയണത് കേക്ക്. ஐயோ, நான் அது மட்டும் அப்படி அல்ல சொன்னதண்ணா. நீங்க அங்க போயா ரொம்ப கருத்து போயிடும். அங்க பயங்கர ஹோட் இல்லையா? நீங்களும் ஹோட்டு, அங்கேயும் ஹோட்டு. அதான் அல்லாத சி 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 சி. என்ன பசுரு நீங்க, சௌகரியமா எனக்கு ஆப்பு வைக்குங்களா? ഹാ, നിങ്ങൾ വെറുതെ വഴക്കിടാതെ. ഇങ്ങനെയാണെ ഞാൻ എൻ്റെ പാട്ടിന് പോകും കേട്ടോ. ഹലോ, എപ്പോ എത്തി? കുറച്ച് ദിവസമായി നാട്ടിലുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ എന്തോ വിശേഷോടോ, എല്ലാം പഴയ പോലെ തന്നെ. ആടിവെള്ളം, പ്ലാവില കാടിവെള്ളം, പിന്നെ എന്നും കാണുന്ന അവളുടെ തിരുമോന്തേ. അയ്യോ അല്ല, തീപോണത്തിന് പൂക്കളം ഇട്ടത് പോലത്തെ മുഖമാണ് നിന്റെ എന്ന് പറഞ്ഞു വരുമായിരുന്നു ഞാൻ. എന്നിട്ട് പറഞ്ഞു വന്നില്ലേ? ദേ പേട്ടമുട്ട, ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ തനിക്ക് എന്നെ ശരിക്കും അറിയാമല്ലോ. ആ ആടുകാഴം വരുമ്പോ ഞാൻ വലിയവായി കരയുന്നോണ്ടാണ് നിങ്ങളെ പിടിച്ച് വീട്ടുകാർ കൊടുക്കാത്തത്. അവളുടെ കരച്ചിൽ കണ്ട സഹിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവിടുത്തെ തള്ള കഴിഞ്ഞ തവണ ആടുകാടിനെ മടക്കി വിട്ട്. ക്രിസ്മസാ വരുന്നത്. ഞാൻ ഒന്ന് കണ്ണടച്ചാലുണ്ടല്ല, ഇയാൾ ഏതെങ്കിലും ഡൈനിങ് ടേബിളിൽ ഇരിക്കും. അയാൾക്കേണ്ട തിരുമോന്ത കാണുമ്പോ ഒരു ചൊറിച്ചിൽ. അത് നീ ഇങ്ങനെ പിണങ്ങാതിരുമോളെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. കിട്ടിയ കാടിവെള്ളവും മോന്തി ചവച്ചോണ്ടിരുന്ന തടിക്ക് നല്ലത്. ഓ முட்டனிக்கு பேஷா கிடைச்சாச்சு. இனி ஒரு வாரத்துக்கு சபையோ சபா, ஒரு வாக்கு கூட அவங்க பேச மாட்டேன். அவங்க சாப்டர் ക്ലോസ്ഡ്. അതൊക്കെ പോട്ടെ, അണ്ണ പറയണ്ണ, പറ വിശേഷങ്ങൾ പറ. അണ്ണ നന്നായി മേലിഞ്ഞു കേട്ടോ. അതെന്നാ മോഹനും തിന്നാനൊന്നും തരാതെ അണ്ണനെ ഊറ്റുമായിരുന്ന? ഓ അതൊന്നും ഇല്ലെന്നേ, മോഹന് വേണ്ടി വോട്ട് പിടിക്കാൻ നടക്കുവാ ഞാൻ. ഇന്ന് ഇത്തിരി റെസ്റ്റ് കിട്ടിയപ്പോ ഇങ്ങ് പോകുന്നതല്ലേ. എവിടെ? എടി കാളക്കാര മോഹനൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ട്, 7ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. അതിന് അണ്ണൻ എന്ത് ചെയ്യാനാണ്? അണ്ണൻ ആരോട് വോട്ട് ചോദിക്കാനാണ്? നാട്ടിലെ പശുക്കളോടാ? അതിന് അവർക്ക് എവിടെയാണ് വോട്ട്? ആ കാളക്കാര മോഹന്റെ ചിഹ്നം എന്താണെന്ന് വെച്ചാ എന്നാ അത്? കാള. ഒരു കാളയാണ് അയാളുടെ ചിഹ്നം. അതിന് അണ്ണൻ എന്ത് ചെയ്യാനാണ്? അതല്ലേ കഥ. ഈ മോഹൻ ഓരോ വീട്ടിലും കയറി വോട്ട് ചോദിക്കും. എന്നിട്ട് പഠിക്ക് നിൽക്കണ എന്നെ കാണിച്ച് പറയും, ദേ ഇവനാണ് എന്റെ ചിഹ്നം, കുത്തണം കേട്ടോ. ഇത് പറയുമ്പോ ഞാൻ ഇങ്ങനെ ഇത് ചിരിച്ചു കാണിക്കണം. അങ്ങനെ മോഹനം പോണ വീട്ടിലൊക്കെ കയറണം. നടന്ന് കൊളസ്ട്രോൾ കുറഞ്ഞെന്നാ മോഹനം പറയണത്. അപ്പൊ എന്റെയും കൊളസ്ട്രോൾ കുറഞ്ഞു കാണുമല്ലോ, അതായി ക്ഷീണം. മോഹനം ജയിക്കുവോ അണ്ണ? വോട്ട് ചെയ്യാന്ന് പറഞ്ഞവരെല്ലാം ചെയ്താ ജയിക്കും, പിന്നെ ചെയ്യാന്ന് പറഞ്ഞവരെല്ലാം ചെയ്താ മറ്റാർക്കും വോട്ട് കിട്ടത്തുമില്ല. എല്ലാരും മോഹനെ കുത്താന്നാ പറഞ്ഞിരിക്കുന്നത്. മോന്തക്കിട്ടായിരിക്കും. എന്ത്? അല്ല, കുത്താന്ന് പറഞ്ഞതേ മോഹന്റെ മോന്തക്കിട്ടായിരിക്കുമെന്ന്. ഒന്ന് പോടി, മോഹനും ജയിക്കും. എന്നിട്ട് ഞങ്ങ ഒരു വെലസ് പൊളുത്തും നിങ്ങള്. അതെന്നാടി അങ്ങനെ ഒരു സംസാരം? നിനക്ക് മോഹനെ പിടിക്കൂലെന്ന് വെച്ചാ എനിക്ക് അയാളെ ദൈവമാണ്. തോൽപ്പിക്കണം. എന്ത് തോൽപ്പിക്കണം? മോഹനെ എലക്ഷന് തോൽപ്പിക്കണം. ഞാനെങ്ങനെ തോൽപ്പിക്കാനാ? എനിക്ക് വോട്ടില്ലല്ലോ. அந்த மோகன் இல்லையா, அவனை இடிச்சு சதக்கண்ணா. அப்ப அவங்க எப்படி ஓட்டு ചെയ്യാൻ പോകുവേ? ഓ ചെമ്പകം, മണ്ടത്തരം വിളമ്പല്ലേ. അയാളെ ഇടിച്ച് തളർത്തിയ അടുത്ത ദിവസം തന്നെ അയാൾ അണ്ണനെ വിൽക്കും. എനിക്ക് നടക്കാൻ പറ്റാത്തവൻ എങ്ങനെയാണ് കാളേനെ വളർത്തുന്നത്? ஓஹோ, அது நான் நினைக்கவே இல்லடி. എടി വെള്ളമാട്, നീങ്ക ബുദ്ധി വിമാനമടി, വിമാനം. എന്റെ ചെമ്പകം ചെല്ലോ, ഒന്ന് മിണ്ടാതിരി. നീ പറ, എങ്ങനെ അയാളെ തോൽപ്പിക്കും? അതിന് എന്റെ കയ്യിൽ ഒരു ചെറിയ ഐഡിയ ഉണ്ട്. ഒന്ന് പെട്ടെന്ന് പറയടി, ഇവിടെ കയ്യും കാലും വിറച്ചിട്ട് മേല. പ്ലാൻ എ, അണ്ണം പോകുന്ന എല്ലാ വീട്ടുപടിക്കലും പറ്റിയ വീടിന്റെ സിറ്റ് ഔട്ടിലും
അവിടെ പുറത്ത് കിടക്കുന്ന ചെരുപ്പിലും അണ്ണൻ ചാണകം ഇടണം, മൂത്രം ഒടിക്കണം, മുറ്റവും സിറ്റൗട്ടും ഒക്കെ നാറ്റിക്കണം. എതുക്കടി അതെല്ലാം? അങ്ങനെ ചെയ്യുമ്പോ വീട്ടുകാർക്ക് ദേഷ്യം വരും. വോട്ട് കുത്താൻ തോന്നുന്നവരെല്ലാം തിരിച്ചു കുത്തും. ആ അത് കൊള്ളാം. പക്ഷേ ഇതിന് മാത്രം മൂത്രവും ചാണകവും ഞാൻ അങ്ങനെ ഇടാനാടി? എന്റെ അണ്ണ എല്ലാം കൂടി ഒരു വീട്ടിൽ തട്ടരുത്. ഇങ്ങനെ കുറച്ച് കുറച്ച് ആവശ്യത്തിന് മാത്രം പുറത്തോട്ട് വിടണം. പിന്നെ എല്ലാ വീട്ടിലും ഒന്നും വേണ്ട. മോഹൻ നോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ വീട്ടിൽ മാത്രം ഇട്ടാ മതി. അണ്ണാ ധാരാളമാ തണ്ണി സാപ്പിടണം. അപ്പത്താ മൂത്രം സറസറോന്ന് വരുവേ. ആല്ലടി നീ പ്ലാൻ എ എന്നല്ലേ പറഞ്ഞത്? ഇനി പ്ലാൻ ബി എന്തുവാ? അത് ഇതിലും സിമ്പിളാ. ഇവിടുത്തെ തള്ളയില്ലേ, അവരവരുടെ അയൽക്കൂട്ടത്തിൽ ഒരു പെണ്ണ് മത്സരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അവര് തോക്കാനായി എന്തൊക്കെ പ്രാർത്ഥന, ഹോമം ഇതൊക്കെയാ നടത്തണത്. അണ്ണനും അവരുടെ കൂടെ കൂടി പ്രാർത്ഥിക്കുക. അതാണ് പ്ലാൻ ബി. அண்ணா நாங்க ஒரு பிளான் சொல்லட்டுமா? பிளான் சி. ആ സൊല്ല്. அண்ணா நம்ம மாதிரி பால் கொடுக்க தொடங்க வேண்டும். அப்போ மோகனன் ஜெயிச்சாலும் பிரச்சனை இல்லை. என்ன என்ன இது வந்து ஒர்க் அவுட் ஆவதில்லை. ஆனா அண்ணா பிளான் ஏ பண்ணுங்க. சாணகம் மூத்திரம் சாணகம் மூத்திரம் மூத்திரம் சாணகம் துட்லுக்கு அண்ணா.